പ്രിയമുള്ളവരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുവാൻ നിർവാഹമൊന്നുമില്ല എന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് പുറത്തുവിടുകയാണ്. പരമാവധി തട്ടിപ്പൊക്കി അകത്തിടാൻ നോക്കി, പക്ഷേ തെളിവുകളൊന്നുമില്ല. തെളിവുകളൊക്കെ അന്വേഷിച്ച് ബാംഗ്ലൂരിൽ വരെ പോയി. അവിടെ നിന്ന് ഈ ഗർഭം അലസിപ്പിച്ചതിന് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് നോക്കി, പക്ഷെ കിട്ടുന്നില്ല. മൂഞ്ചി തിരിഞ്ഞ് തിരികെ നാട്ടിലെത്തി. പിന്നെ ഈ ഗർഭിണി ആക്കപ്പെട്ട സ്ത്രീ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തിരക്കി. അതിനെപ്പറ്റിയും വിവരങ്ങളൊന്നുമില്ല. ആകെ ആ സ്ത്രീയെപ്പറ്റി വിവരം ഉണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ അവതാരികയായ ലക്ഷ്മി പത്മയ്ക്കാണ്. അവർ പറയുന്നത് നമ്മുടെ സിനിമയിൽ നവ്യ നായർ പറയുന്നത് പോലെ ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ഞാനേ കണ്ടുള്ളൂ എന്നാണ്. എന്തായാലും ഇപ്പോൾ ഗർഭിണിയുമില്ല, ഗർഭവുമില്ല, ഗർഭം അലസിപ്പിക്കലുമില്ല, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുമില്ല എന്ന രീതിയിലേക്ക് സംഗതികൾ പോവുകയാണ്. ആകെ രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്താൻ നടന്ന ആളുകളൊക്കെ ഇങ്ങനെ മൂഞ്ചിത്തിരിഞ്ഞു നിൽക്കുകയാണ് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ കേസൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ അദ്ദേഹം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക്, അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലത്തിലേക്ക് ശനിയാഴ്ച എത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അയാൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിമിത്തം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ആരാണ് അതിനെ എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന മസിലൊക്കെ പെരുക്കി നിൽക്കുന്ന BJPയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ വിവാദമുണ്ടാക്കി എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ MLA സ്ഥാനം രാജിവെപ്പിച്ചിട്ട് അവിടെ മത്സരിച്ച് വിജയിക്കാനൊരുന്ന ആളായിരുന്നു ഈ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ആള്. പക്ഷേ നമ്മുടെ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ പാലക്കാട് ജില്ലയിലെ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് ഇലക്ഷൻ വരെ മത്സരിക്കുന്ന കൃഷ്ണകുമാർ ഉള്ളപ്പോൾ ഇനി ഈ പ്രശാന്ത് ശിവൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. എങ്കിലും പരമാവധി എല്ലാവർക്കും മോഹിക്കാമല്ലോ. മോഹങ്ങൾക്ക് അതിരുകളും അതിർവരമ്പുകളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രശാന്ത് ശിവൻ അങ്ങനെ മോഹിച്ചിട്ടുണ്ടാകും. എന്തായാലും അവിടെ ഇനി ബൈ ഇലക്ഷൻ ഉണ്ടാകില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്ന ഒരു സംഗതിയും ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രശാന്ത് ശിവനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇങ്ങനെ മസിലൊക്കെ പെരുക്കി നിർത്തിയാം. രാഹുൽ മാങ്കൂട്ടത്തിനോട് ഭൂമിക്കാൻ പറ്റുന്ന യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ആളാണ് പ്രശാന്ത് ശിവൻ. കാരണം അദ്ദേഹത്തിന് കുറച്ച് മസിലൊക്കെ ഉണ്ട്, ഗ്ലാമറൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ രണ്ടു വാക്ക് നല്ലതുപോലെ സംസാരിക്കുവാൻ പോലും അറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊക്കെ പറയുന്ന വ്യക്തി കാര്യങ്ങൾ പഠിച്ച് വ്യക്തമായി അവതരിപ്പിക്കുവാൻ കഴിയുന്ന വ്യക്തിത്വമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ശനിയാഴ്ച അദ്ദേഹത്തിന്റെ സ്വന്തം നിയമസഭാ മണ്ഡലത്തിൽ തന്നെ വിജയിപ്പിച്ച ജനങ്ങളുടെ പ്രതിബദ്ധം മുൻനിർത്തി എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന രീതിയിൽ തന്നെ വാർത്തകൾ പുറത്തു വരികയാണ്. സ്വാഭാവികമായിട്ടും DYFIയും BJPയും ഒക്കെ അവിടെ പ്രതിഷേധ പ്രകടനം നടത്തിയേക്കാം. ജനാധിപത്യ രീതിയിൽ അത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ അനുവദനീയമാണ്, പ്രതിഷേധിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ജോലി തടസ്സപ്പെടുത്തിയാൽ ഒരുപക്ഷെ അത് കേസിലോട്ട് നീങ്ങുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം കേസ് ഫയൽ ചെയ്തിട്ടില്ല, FIR ഇല്ല, തേർഡ് പാർട്ടി ഗർഭമാണ്. നേരത്തെ പറഞ്ഞതുപോലെ, കാരണം ഗർഭം ആക്കി എന്ന് പറയുന്ന ആളുടെ പേരിൽ ആൾ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. ഗർഭം അലസിപ്പിക്കുവാൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു എന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കി എന്ന് ഈ മാധ്യമങ്ങളൊക്കെ, മാധ്യമങ്ങൾ എന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഈ പഴയ പരദൂഷണം പറയും, നമ്മുടെ നാട്ടിൻപുറത്തെ പെണ്ണുങ്ങളെക്കാളും അധപതിച്ചിരിക്കുന്നു. ഈ അവിഹിത ഗർഭകഥകളും അതുപോലെ അസന്മാർഗിക കഥകളും കുത്തിത്തിരിക്കുന്ന നാലാംകിട ആയി നമ്മുടെ മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രമേൽ മിളയച്ചമാണ്. കാരണം പണ്ട് നാട്ടിൻപുറത്തിലെ പെണ്ണുങ്ങൾ പോലും ഇത്ര പരദൂഷണം പറയില്ല. അത്രത്തോളം സ്റ്റാൻഡേർഡ് കുറഞ്ഞിരിക്കുന്നു നമ്മുടെ പത്രങ്ങൾക്ക് എന്ന കാര്യം സംശയമില്ലാത്ത കാര്യമാണ്. എന്തായാലും അവരുടെയൊക്കെ ഈ ആഘോഷത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസൊന്നുമില്ല. അയാളുടെ നിയമസഭാ മണ്ഡലത്തിൽ എത്തുകയാണ്. സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അയാളുടെ നിയമസഭാ സാമാജികൻ എന്ന രീതിയിലുള്ള അയാളുടെ പ്രവർത്തനത്തെ തടഞ്ഞാൽ അത് കേസാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രതിഭകളാൽ സമ്പന്നമാണ് ഇപ്പോഴത്തെ കോൺഗ്രസ്. അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. കാരണം വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ ശക്തമായ ഒരു യുവ നേതൃത്വം തിരയുണ്ട്. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, അബിൻ വർക്കി, സന്ദീപ് വാര്യർ, ഇപ്പോൾ വന്നു ചേർന്ന സന്ദീപ് വാര്യർ, അങ്ങനെ ഒരു കൂട്ടം യുവാക്കന്മാരുണ്ട്. അവരെ നഷ്ടപ്പെടുത്തരുത്. കാരണം ഈ ആരോപണങ്ങളൊക്കെയും സത്യമാണെന്ന് തെളിയുന്നത് വരെ അവർക്ക് ഒപ്പം നിൽക്കുക. നിങ്ങൾ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നപ്പോൾ അയാളെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. ഒപ്പം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ഭാഗത്ത് നിന്ന് പുറത്താക്കി. വേറെ ഏതെങ്കിലും പാർട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ശശിക്കെതിരെ ആരോപണം വരുമ്പോൾ ശശി CPMന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അയാളെ പുറത്താക്കിയിട്ടില്ലായിരുന്നു. മുകേഷിനെതിരെ ആരോപണം വരുമ്പോഴും അയാളെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പ്രത്യേക ബ്ലോക്കാക്കി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ആരോപണം വന്നപ്പോൾ അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചു. അത് ഉചിതമാണോ ഉചിതമല്ലയോ എന്നൊക്കെ ചർച്ച രണ്ടാമതാണ്. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മേലുള്ള ആരോപണങ്ങൾ അത് തെളിയുന്നതുവരെ അയാളെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് നമുക്ക്
ഏഹ്, അനുകൂലിക്കാം. പക്ഷേ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിച്ചു നിർത്തിയ നടപടി ശരിയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും കോൺഗ്രസ് അത് ചെയ്തു. കോൺഗ്രസ് മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് നേതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നല്ല നേതാക്കന്മാരുടെ, യുവ നേതാക്കന്മാരുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. നേരത്തെയൊക്കെ അത് വലിയ അഭാവം ഉണ്ടായിരുന്നു. ഈ കെ പി അനിൽകുമാർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന, ഇപ്പോൾ സി പി എമ്മിൽ പോയ ആളുകളുടെയൊക്കെ കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. പക്ഷേ അതിനുശേഷം ഷാഫിയും സിദ്ദീഖും ഒക്കെ വരുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് ഉജ്ജ്വലമായി കേരളത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. ഷാഫിയൊക്കെ കുറച്ച് ക്രിയാത്മകമായി തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തന മേഖലയെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ക്രിയാത്മകമായി, കാരണം യൂത്ത് കോൺഗ്രസിൽ ഇപ്പോൾ നല്ലൊരു നിര തന്നെയുണ്ട്. നമ്മൾ ടി വി ചർച്ചകളൊക്കെ കാണുമ്പോൾ അവർക്ക് മുന്നിൽ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഡിവൈഎഫ്ഐയുടെയും അതുപോലെ യുവമോർച്ചയുടെയും ഒക്കെ നേതാക്കൾ വല്ലാതെ മുട്ടുപിറയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ജയിക്കിൻ്റെ ഒക്കെ ഇന്നലെ ഒക്കെ ടി വി ചർച്ച കാണുമ്പോൾ ചിരിക്കാനാണ് തോന്നുന്നത്. കാരണം അത്രത്തോളം തമാശയാണ് ജയിക്കൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. പക്ഷേ കോൺഗ്രസിന് വളരെ ശക്തമായ ഒരു നിരയുണ്ട്. അവരെ സംരക്ഷിക്കുവാൻ കോൺഗ്രസിലെ പഴയ നേതൃത്വം ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് വഴക്കുകളുടെയും ഒക്കെ പേരിൽ അവരെ നഷ്ടപ്പെടുത്തിയാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം അവരെ വെട്ടിനിരത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കാതിരിക്കുക. ആ വെട്ടിനിരത്തലിൻ്റെ ഇടയിൽ നിങ്ങളും പെട്ടുപോകും. കാരണം സാധാരണ ജനങ്ങൾ കോൺഗ്രസിൻ്റെ അല്ല, കാരണം രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്ത സാധാരണ ജനങ്ങൾ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വ്യക്തമായി ന്യായീകരിക്കുന്നത് എനിക്കറിയാം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ അത്രത്തോളം സാമൂഹ്യവത്കരിക്കപ്പെട്ടു വരുന്നു കേരളത്തിൻ്റെ സാമൂഹ്യ മനസ്സിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവർ കുറച്ചുകൂടി ക്രിയാത്മകമായി ഇടപെടുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. സിദ്ദീഖ് ആയാലും അതുപോലെയുള്ള കോൺഗ്രസിലെ യുവ നേതാക്കന്മാർ കുറച്ചുകൂടി സാമൂഹ്യ മാധ്യമങ്ങളുടെയും അല്ലാതെയും ഒക്കെ ജനങ്ങളുമായി സംവാദിക്കുന്നു. യുവജനങ്ങൾക്കിടയിൽ അവർക്ക് വലിയ സ്വാധീനമുണ്ട് എന്നത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ കോൺഗ്രസ് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അത് ഇത്തരം നേതാക്കന്മാരുടെ കഴിവിൽ കൂടിയാണ് എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. അതുകൊണ്ട് കോൺഗ്രസിൽ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസിലെ യുവ നേതൃനിരയെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്നാണ്. കാരണം നിങ്ങൾക്ക് കോൺഗ്രസിന് വലിയ സംഘടനാ സംവിധാനമൊന്നുമില്ല. സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനവുമായി മത്സരിക്കുവാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ഞാനൊരു പഴയ കോൺഗ്രസ്സുകാരനാണ്, കെ എസ് യുക്കാരനാണ്. ഞാൻ കോൺഗ്രസിൻ്റെ കുടുംബ പാരമ്പര്യത്തിൽ ജനിച്ച ഒരാളായതുകൊണ്ട് തന്നെ പറയുന്നത്, കോൺഗ്രസ് ഹൃദയവികാരം ഇപ്പോൾ നെഞ്ചിലേറ്റുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ്. കോൺഗ്രസിന് സംഘടനാ സംവിധാനം അതിപ്പോൾ സി പി എമ്മുമായിട്ടോ ബി ജെ പിയുമായിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കോൺഗ്രസിന് ശക്തമായ ഒരു യുവ നേതൃനിരയുണ്ട്. അത് നിലമ്പൂർ ബൈ ഇലക്ഷനിൽ കണ്ടതാണ്, അത് പാലക്കാട് കണ്ടതാണ്, അത് തൃക്കാക്കരയൊക്കെ കണ്ടതാണ്, ആ ബൈ ഇലക്ഷനുകളൊക്കെ കണ്ടതാണ്. കോൺഗ്രസിൻ്റെ യുവ നേതൃനിര അവർ ഒരു വല്ലാത്ത ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നു. ആ നേതാക്കന്മാരെല്ലാം കൂടി ചേരുമ്പോൾ. ഒപ്പം പി കെ ഫിറോസ് യൂത്ത് ലീഗിൻ്റെ നേതാവും. അപ്പോൾ ആ ഒരു കെമിസ്ട്രി അത് കോൺഗ്രസിന് യു ഡി എഫിനും ഒക്കെ അനുകൂലമായി അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കൊണ്ടുവരാൻ സാധിക്കും. ഈ ചെറിയ ചെറിയ ആരോപണങ്ങൾ പേരിൽ അവരെയൊക്കെ ചവിട്ടിപ്പുറത്താക്കാൻ നിന്നാൽ കോൺഗ്രസിൻ്റെ ഗതി അധോഗതി എന്നേ പറയാനുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷേ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലുള്ള ആരോപണങ്ങൾ മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് ആരും പരാതി കൊടുക്കാനില്ല. ഗർഭിണി എവിടെയെന്നറിയില്ല. ആകെ ആ ഗർഭിണിയെ കണ്ടുള്ളത് ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ഒരു ചാനൽ അവതാരകയാണ്. ചാനലുകൾ അവരുടെ റേറ്റ് കൂട്ടുന്നതിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സമയമാണിത്. ചാനലുകളുടെയൊന്നും ഒരു വിശ്വാസ്യത ഇപ്പോൾ ജനങ്ങൾക്കിടയിലില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തങ്ങളുടെ യുവ നേതാക്കന്മാരെ നഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥിതിഗതിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പോകരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.